ഹലോ, അപ്പോൾ 9ാം ക്ലാസ് കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസ്, പിന്നെ എന്താണ് സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 18ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് അഥവാ മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന്, അല്ലേ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഇവരൊക്കെ എന്തിൽ പെടുന്നതാണ്? ഉത്കൃഷ്ടവാതകങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ഒന്ന് നോക്കുക. ഹീലിയത്തിൻ്റെ കേസ് നമ്മളൊരു എക്സെപ്ഷൻ കേസാണ്, അതവിടെ നിൽക്കട്ടെ. നിയോണിൻ്റെ കേസ് നോക്കുക. നിയോണ് 10 ആറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം 2, 8. ഗ്രൂപ്പ് നമ്പർ 10 കൂട്ടിയിട്ട് 18 ആയിരിക്കും, അല്ലേ? ആർഗൺ 18 2, 8, 8 എന്ന് ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 10 കൂട്ടിയിട്ട് 18. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണക്കാക്കും എന്നുള്ളത്. വീണ്ടും ക്രിപ്റ്റോണിനും 8 ലാസ്റ്റ് വരുന്നത്, 18 ഗ്രൂപ്പ് നമ്പർ വരുന്നത്. അപ്പോൾ ഈ നിയോണിൻ്റെയും ആർഗണിൻ്റെയും ക്രിപ്റ്റോണിൻ്റെയും പ്രത്യേകത എന്താണ്? എല്ലാറ്റിൻ്റെ അവസാന ഷെല്ലിൽ വരുന്നത് 8 ഇലക്ട്രോൺ ആണ്, അല്ലേ? എല്ലാത്തിൻ്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് വരുന്നത്? 8 ഇലക്ട്രോൺ ആണ് വരുന്നത്. അവരൊക്കെ 18ാം ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നതും. അങ്ങനെ 8 ഇലക്ട്രോൺ വരുന്നത് കൊണ്ട് അവർ സ്ഥിരത കൈവരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ആ മൂലകത്ത് ഒരു സ്റ്റേബിളാകും, സ്ഥിരതയാവും. നമ്മളൊക്കെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, അല്ലേ? നമുക്കൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ എല്ലാ മൂലക ആറ്റങ്ങളും രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 18ാം ഗ്രൂപ്പിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യം വരുമോ? കാരണം അവർക്ക് ഓൾറെഡി എന്തുണ്ട്? സ്ഥിരത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഉത്കൃഷ്ടവാതകങ്ങളൊന്നും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറില്ല. ഓൾറെഡി അവർ സ്ഥിരത കൈവരിച്ച് നിൽക്കുകയാണ്. 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ തന്നെ സ്ഥിരത കൈവരിക്കും. ഇനി നമ്മൾ പറയാൻ പോണത് എന്താണ് സംക്രമണ മൂലകങ്ങൾ എന്നാണ്, അല്ലേ? നമുക്കറിയാം എന്താ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ഗ്രൂപ്പിനും 13ാം ഗ്രൂപ്പിനും ഇടയിൽ കിടക്കുന്ന ആ 10 എണ്ണം, അല്ലേ? കൂടുതലും പച്ച നിറത്തിൽ കാണുന്നുണ്ടല്ലോ. ആ 10 ഗ്രൂപ്പുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അയൺ നിങ്ങൾക്ക് അറിയുന്നതാണ്, കോപ്പർ നിങ്ങൾ കേട്ടതാണ്, സിങ്ക്, Ag എന്ന് പറഞ്ഞ സിൽവർ കേട്ടോ, പ്ലാറ്റിനം, Au പറഞ്ഞ ഗോൾഡ്, ഇവയെല്ലാം എന്താണ്? ലോഹങ്ങളാണ്, അല്ലേ? അപ്പോൾ കൂടുതലും നമ്മുടെ സംക്രമണ മൂലകങ്ങൾ എന്തായിട്ട് തന്നെയാണ് വരുന്നത്? ലോഹങ്ങളായിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത്, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ് അവിടെ കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഗ്രൂപ്പ് യെല്ലോ കളറിൽ, ഹൈഡ്രജൻ ഒഴികെ ബാക്കിയൊക്കെ യെല്ലോ കളറിൽ. പിന്നെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പാണ്. ആ സെക്കൻഡ് ഗ്രൂപ്പിനും ഫസ്റ്റ് ഗ്രൂപ്പിലും കൂടുതലായിട്ടും ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ എന്താണ്? ലോഹങ്ങളാണ്. ഹൈഡ്രജൻ എക്സെപ്ഷനാണ്. മറ്റുള്ളതൊക്കെ കൂടുതലും ലോഹങ്ങളാണ്. എന്നാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ ബോറോൺ മുതൽ, അല്ലേ? 5 എന്നുള്ള ആറ്റോമിക് നമ്പർ ഉള്ള ബോറോൺ മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും കാണപ്പെടുന്നത് എന്താണ്? അലോഹങ്ങളാണ്, അല്ലേ? ലോഹങ്ങളിൽ നിന്ന് വിട്ട് അലോഹ സ്വഭാവം, അതായത് ലോഹ സ്വഭാവം കുറവുള്ളവരാണ്, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലോഹ സ്വഭാവം കുറവുള്ളവരാണ്. അങ്ങനെ ലോഹ സ്വഭാവം കൂടിയവരിലും കുറഞ്ഞവരിലും ഇടയിൽ കിടക്കുന്നതാണ് എന്ത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, അല്ലേ? ലോഹ സ്വഭാവം കൂടിയ മൂലകങ്ങൾക്കും ലോഹ സ്വഭാവം കുറഞ്ഞ മൂലകങ്ങൾക്കും ഇടയിലാണ് സംക്രമണ മൂലകങ്ങളുടെ സ്ഥാനം എന്നുള്ളത്. അപ്പോൾ ഈ സംക്രമണ മൂലകങ്ങൾ എന്തുകൊണ്ടായിരിക്കും ആ പേരിൽ അറിയപ്പെടാൻ കാരണം എന്നാണ് നോക്കുന്നത്. നോക്കിയേ, 2ാം ഗ്രൂപ്പിലെ ലോഹ സ്വഭാവം കൂടിയ മൂലകങ്ങളിൽ നിന്ന് 13ാം ഗ്രൂപ്പ് മുതൽ ലോഹ സ്വഭാവം പൊതുവെ കുറഞ്ഞ മൂലകങ്ങളിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം അഥവാ സംക്രമണം സൂചിപ്പിക്കുന്നതിലാണ് സംക്രമണ മൂലകങ്ങൾക്ക് ആ പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക. താങ്ക്